లోకమును విడచి వెళ్ళవలెనుగా, లోకమును విడచి వెళ్ళవలెనుగా, సర్వమిచ్చటనే విడువవలెన్ విడువవలెన్. లోకమును విడచి వెళ్ళవలెనుగా, లోకమును విడచి వెళ్ళవలెనుగా. పాడు లోకములో మనకేది లేదు, നന്ദി പറയുന്നു. തുടർന്ന് CFI ഫാമിലിക്ക് വേണ്ടി ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇന്ന് നമ്മെ വിട്ട് గర్వించలేము, ఏ విషయమందైన గర్వించలేము, గర్వించలేము. జాగ్రత్తగానే నడుచుకునేదము, జాగ్రత్తగానే నడుచుకునేదము. లోకమును విడచి వెళ్ళవలెనుగా, లోకమును విడచి వెళ్ళవలెనుగా. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമമാണ് അവനിൽ വിശ്വസിക്കുക. നമ്മുടെ മാതാപിതാക്കൾ ആരായിരിക്കണം എന്നുള്ളത് ഒരു പക്ഷേ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മരണം എപ്പോഴായിരിക്കും എന്നുള്ളത് ഒരു പക്ഷേ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു എന്ന് വരും. എന്നാൽ ഒരു കാര്യം നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും, അതാണ് ജീവിതം എന്ന അർത്ഥം. അതെന്താണ്? తెరంగెడుపాలు విడచి నిజ ప్రేమతోనే జీవించేదాము. మన ఈర్ష్యద్వేషాలు విడచి ప్రేమతోనే నిష్కళంకులమై శుద్ధులమై, నిష్కళంకులమై శుద్ధులమై, శుద్ధులమై పరిపూర్ణతాము చేపట్టుదాము, పరిపూర్ణతాము లోకమును విడచి వెళ్ళవలెనుగా. In his 57 years of life, from the time he was 18, he served the Lord all over the country. And we went along with him wherever he went. ഞങ്ങളും വളർന്നത് മിഷൻ ഫീൽഡ്സിലാണ്. പപ്പയുടെ കൂടെ എല്ലായിടത്തും പോകാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. Wherever he went, he took us. Even if it was to the railway station, he would give us tracts and take us with him. വില്ലേജസിൽ പോകുമ്പം ഞങ്ങളെ കൂടെ കൊണ്ടുപോകും. We have grown up watching him and Mummy serve the Lord with all their heart and with all their soul. Papa always used to say, wherever you go, make sure you preach the gospel and use words only when necessary. And that is how he lived his life. Anyone who has met him has experienced God's love through him. He was relentless in his mission work. He was relentless in his pursuit for the kingdom of heaven. Papa rest ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. He was always on the move. There was always something that needed to be done. And that is what he has taught us. He never worried about anything in his life.
he had absolute faith that no matter where God takes us, He would lead us. And we have experienced this faithfulness of God throughout our life. He has never let us down. He has never let us down. The last 15 days, in the hospital, we still believed and prayed that God would work a miracle. We believed that God will bring Papa back to us. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരണം സാർവത്രികമാണ്. മരണം ഒരു വേർപാടാണ്. അപ്പോസ്തലനായ പൗലോസിന്റെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഫിലിപ്പിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ എങ്കിലും ഒരു കാര്യം റവറൻ ജോൺസൺ ജോർജിന്റെ മൃതദേഹം നമ്മളോട് പറയുന്നത്, നിങ്ങൾക്ക് തിരിച്ച് വന്ന് എന്നെ ഇവിടെ ഭൂമിയിൽ കാണുവാൻ പറ്റുകയില്ല, എന്നാൽ യേശുവിനായി ജീവിച്ചാൽ ഒരിക്കൽ നമ്മൾക്ക് സ്വർഗത്തിൽ ചെന്ന് അദ്ദേഹത്തെ മുഖാമുഖം കാണാം. ആ പ്രത്യാശ നമുക്കെല്ലാം ഉണ്ട്. ആ പ്രത്യാശയാൽ ദൈവം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനത്താൽ പ്രിയ സൈനിയെയും കുഞ്ഞുങ്ങളെയും അതുപോലെ ഇവിടെയുള്ള ഫാമിലി മെമ്പേഴ്സിനെയും നിറയ്ക്കട്ടെ. ഈ ദുഃഖാർദ്രമായ സമയത്ത് പ്രിയ ദേവദാസന്റെ ഭൗതിക ശരീരത്തെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കോണം കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ഈ ഭവനത്തിൽ വന്ന് സംസാരിച്ചതുപോലെ പ്രിയ ജോണി സാറുമായിട്ടുള്ള ബന്ധം കഴിഞ്ഞ ചില മാസങ്ങൾ മാത്രമാണ് എനിക്കുള്ളത്. ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യ മൂവ്മെൻറ്റുമായിട്ട് ജോയിൻ ചെയ്തതിന് ശേഷമാണ് പ്രിയ ദേവദാസിനെ കാണുവാൻ പരിചയപ്പെടുവാനൊക്കെ ഇടയായിത്തീർന്നത്. അന്നു മുതൽ വളരെ അഭേദ്യമായ ആത്മാർത്ഥമായ ഒരു സ്നേഹബന്ധം ഞങ്ങൾ നിലനിർത്തുവാൻ കൊണ്ട് കർത്താവ് സഹായിച്ചു. അദ്ദേഹത്തിൻ്റെ മിഷണറി ദൗത്യത്തോടുള്ള താല്പര്യം, വളരെ ഉത്സാഹപൂർണ്ണമായിട്ടുള്ള ദൈവവേലയിൽ പ്രവർത്തിക്കുന്ന ആ ഉത്സാഹമൊക്കെ കണ്ട് വളരെ സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കി. കഴിഞ്ഞ മാർച്ച് മാസം അവസാനം നടന്ന മിഷൻ പ്രിയ സാൻകുട്ടി പാസ്റ്റർക്ക് നന്ദി പറയുന്നു. ടീമിൻ്റെ പ്രസിഡന്റ് കർത്താവിൻ്റെ ദാസൻ ബിജു തോമസ് പാസ്റ്റർ മുൻപോട്ട് കടന്നു വരുന്നതിന് മുൻപായി കർത്താവിൻ്റെ ദാസൻ ജോയ്കുട്ടി പാസ്റ്റർ 1 മിനിറ്റ് എടുക്കും. അതിനുശേഷമായി കർത്താവിൻ്റെ ദാസൻ അച്ചൻകുഞ്ഞ് പാസ്റ്ററും 1 മിനിറ്റിൽ കവിയാത്തതായ സമയം എടുത്ത് നമ്മോട് ആശ്വാസവാക്കുകൾ അറിയിക്കും. കർത്താവിൻ്റെ വന്ന നാമത്തിൽ നിന്നോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. സ്റ്റേജിലായിരിക്കുന്ന വിശുദ്ധന്മാർ, ദേവദാസന്മാർ, ഇവിടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വളരെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു സംഭവമാണ്. ഞങ്ങളാരും തന്നെ പ്രതീക്ഷിച്ചില്ല. ഇത് കാര്യമാക്കി മരണം നമ്മെ വിളിച്ചപേക്ഷിക്കുന്ന നാം ലോകത്തിൽ എത്ര ക്ഷണികരാണ്. സാറിൻ്റെ അനേക നല്ല ഓർമ്മകൾ പറഞ്ഞാൽ മണിക്കൂറോളം എനിക്ക് പറയുവാനുണ്ട്. 5 വർഷക്കാലം അവസാന ദിവസം 2019 തൊട്ട് ആ പ്രിയ സാറിനോട് ഒത്തുചേർന്ന് ടീമിൽ പ്രവർത്തിപ്പാനായിട്ട് ദൈവമായ കർത്താവ് സഹായിച്ചു. ഒരു നല്ല കൂട്ട സഹോദരൻ, കൂട്ടപ്രവർത്തകൻ നമുക്ക് നഷ്ടമായി. പ്രിയ സിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല ഭർത്താവ്, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു പിതാവ്, അനേക ഓർഗനൈസേഷനിൽ പ്രിയ താൻ്റെ ദാസൻ വർക്ക് ചെയ്തല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടമായത് നല്ല ഒരു 1 മിനിറ്റ്. ദൈവനാമം മഹിമപ്പെടട്ടെ. എല്ലാ കർത്തൃദാസന്മാർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രത്യേകാൽ പ്രിയ ജോണി ബ്രദർ ഒന്നിച്ച് 1992 മുതൽ ഗോസ്പൽ ഫോർ ഏഷ്യയിൽ വർക്ക് ചെയ്യുമ്പോൾ അന്നു മുതലുള്ളതായ സഹകരണവും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതായ പ്രവർത്തനമാണ്. അതിനുശേഷം ഞാൻ ഗോസ്പൽ ഫോർ ഏഷ്യ വിട്ടതിന് ശേഷം പിന്നെ ടീമുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് അവിടെ ദൈവവചനം പഠിപ്പിക്കാനായിട്ട് വിളിച്ചു. അങ്ങനെ വീണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ളതായ അവസരം ലഭിച്ചു. അന്നു മുതൽ ഇന്നുവരെയും ആ സ്നേഹബന്ധം പുലർത്തിപ്പോരുന്നു. പ്രത്യേകാൽ ശനിയെയും മക്കളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. കർത്താവിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ ജോണി സാറിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ആൻറ്റി, കുഞ്ഞുങ്ങൾ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരോടൊപ്പം ഞങ്ങൾ ദുഃഖത്തിൽ പങ്കുചേരുന്നു. 2020 ജനുവരി മാസമാണ് പ്രിയ ജോണി സാറുമായി ആദ്യമായി
പരിചയപ്പെടുന്നതും സഹകരിക്കുന്നതും. അന്ന് മുതൽ ഇന്ന് വരെ കഴിഞ്ഞ ഹോസ്പിറ്റലിലാകുന്ന ആ ദിവസം വരെയും പ്രിയ ജോണി സാറുമായി പ്രസിഡൻ്റാണ്. കർത്താവിൻ്റെ ദാസൻ പരിമിതമാകുന്ന സമയത്തിനകത്ത് നിന്നുകൊണ്ട് ആശ്വാസവാക്കുകൾ അറിയിക്കും. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇവിടെ അനേക പ്രിയമുള്ളവർ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നാം അവർക്കെല്ലാം പരമാവധി സമയം നൽകുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡ് അയർകുന്നം ഹെബ്രോൺ ദൈവസഭയുള്ള ബന്ധത്തിലാണ് ഈ ഭൗതിക ശരീരം സംസ്കരിക്കുന്നത്. സെക്ഷൻ ഒന്നിനായ കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതീവ വേദനയോടെയാണ് ഇന്ന് പൽക്കാലം ഇവിടെ നിൽക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ടിം സംഘടനയുടെ കുടുംബത്തിൽ ഒരംഗം നഷ്ടമായി, ഒരു ലീഡർ നഷ്ടമായി. വ്യക്തിപരമായി എനിക്ക് ഒരു നല്ല സുഹൃത്തിനെയും ടിം ലീഡർഷിപ്പിലൊരു മെമ്പറിനെയും നഷ്ടമായി. ടിമ്മിൻ്റെ കേരളത്തിലും വടക്കേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനത്തിലെ സുവിശേഷകന്മാർ, പാസ്റ്റർമാർ, സഹപ്രവർത്തകർക്ക്, ട്രിനിറ്റി ക്രിസ്ത്യൻ കോളേജിൻ്റെ അധ്യാപകർക്ക്, സ്റ്റുഡൻസിന്, സ്വദേശത്തും വിദേശത്തുമായുള്ള ടിമ്മിൻ്റെ പാർട്ട്നേഴ്സിന്, ഫ്രണ്ട്സിന്, ഇവർക്കൊക്കെയും വേദന ഉളവാക്കിയ ഒരു സംഭവമാണ് പ്രിയ ജോണി സാറിൻ്റെ വേർപാട്. അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായ ദിവസം വൈകിട്ട് 7:30 മണി വരെ ഞാൻ കോളേജ് ക്യാമ്പസിലുണ്ടായിരുന്നു. വളരെ പതിവില്ലാതെ ആണ് അന്ന് വൈകിട്ട് ഞങ്ങൾ ഒത്തൊരുമിച്ച് ഡിന്നർ കഴിപ്പാനിടയായത്. അദ്ദേഹം ഡിന്നർ കഴിപ്പാനായി നിർബന്ധിച്ചു. ജോണി സാറും ലാൽച്ചൻ സാറും ഞാനും കൂടി ഇരുന്ന് ഡിന്നർ കഴിച്ചു. വളരെ സന്തോഷമുള്ളവനായിട്ടാണ് അന്ന് എനിക്ക് അദ്ദേഹത്തെ കാണുവാനിടയായത്. ഞങ്ങൾ യാത്ര പറഞ്ഞു. അന്ന് രാത്രി 11:30 മണിക്ക് അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥ ഉണ്ടായി. ഉടനെ